ഇന്ന് അന്തർദേശീയ സഹകരണ ദിനമാണ്. ഈ മാസം ജൂലൈ മാസത്തിലെ ആദ്യ ശനിയാഴ്ച ലോകമെങ്ങും അന്താരാഷ്ട്ര സഹകരണ ദിനമായി ആചരിക്കുകയാണ്. ഉപദ്ര സർവീസ് സഹകരണ ബാങ്കിൽ നടത്തുന്ന അന്താരാഷ്ട്ര ദിന ആഘോഷത്തിൽ പതാക ഉയർത്തൽ ചടങ്ങാണ് ഈ ചടങ്ങിൽ സ്വാഗതം പറയുന്നത് നമ്മുടെ സീനിയർ ഡയറക്ടർ KJSന് ഞാൻ ആദരവ് ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ വേണുഗോപാൽ, സെക്രട്ടറി ശ്രീ PH സാബു, കൂടിയിരിക്കുന്ന ജീവനക്കാരെ, സഹകാരികൾ. സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനമായിട്ട് ലോകമെമ്പാടും ആചരിക്കുകയാണ്. ജൂലൈ 4-ാം തീയതി സഹകരണ പ്രസ്ഥാനത്തിന് സാധാരണക്കാരായ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെയേറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്തായി ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളെ സംബന്ധിച്ച് സഹകരണ പ്രസ്ഥാനം വളരെയേറെ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു അത്താണിയായിട്ട് പ്രവർത്തിക്കുന്ന സഹകരണ പ്രസ്ഥാനത്തെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം മാന്യ സഹകാരികൾക്കും ജീവനക്കാർക്കും ഭരണസമിതിക്കുമൊക്കെ തന്നെയുണ്ട്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ അന്താരാഷ്ട്ര സഹകരണ ദിനം സമുചിതമായി ലോകമെമ്പാടും ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഉപദ്രം സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ അന്താരാഷ്ട്ര സഹകരണ ദിനത്തോടനുബന്ധിച്ചുള്ള പതാക ഉയർത്തുന്നതിന് വേണ്ടി നമ്മുടെ ഉപദ്രം സർവീസ് സഹകരണ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ PG വേണുഗോപാലാണ് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഞാൻ ഈ ചെറിയ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ബാങ്കിൻ്റെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ PH സാബു, ഇവിടെ കൂടിയിരിക്കുന്ന ജീവനക്കാർ, മാന്യ സഹകാരികൾ, നാട്ടുകാർ എല്ലാവർക്കും ഈ ചെറിയ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സാധിക്കും. പ്രിയപ്പെട്ട ജീവനക്കാരെ, സഹകാരികൾ, ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷം ലോകമെമ്പാടും ആചരിച്ചു വരികയാണ്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി നമുക്കെല്ലാവർക്കും അറിയാം. ആ പ്രസക്തിക്ക് കൂടുതൽ ശോഭയോടുകൂടി വരികയാനുള്ള വലിയ കർത്തവ്യങ്ങളാണ് സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ജീവനക്കാർക്കും ഭരണസമിതിക്കും സഹകാരികൾക്കുമുള്ളത്. ഈ സഹകരണ ദിനാചരണത്തിൽ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടി അതിൻ്റെ കൂടെ പതാക വാഹകരാകാനാണ് സഹകരണ പ്രസ്ഥാനത്തോട് അന്താരാഷ്ട്ര യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ ഈ ദിനാചരണത്തിൻ്റെ പ്രസക്തി ഇന്ന് സഹകരണ പ്രസ്ഥാനങ്ങൾ വളരെ പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാൻ വേറെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. കുടിശ്ശികയാണ് ഇതിൻ്റെ പ്രധാന ഒരു തടസ്സമായി നിൽക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ജീവനക്കാർക്കാണ് ആ കുടിശ്ശിക തിരിച്ചു വരാനുള്ള പ്രവർത്തനത്തിൻ്റെ മുൻകൈയിൽ പ്രവർത്തിക്കേണ്ടവർ. ഭരണസമിതി അതിനോടൊപ്പം ഉണ്ട്. അത്തരം ഒരു ബാധ്യത അത് കുറച്ചു കൊണ്ടുവരാനുള്ള ഒരു വലിയ ബാധ്യതയാണ് ഇന്ന് സഹകരണ പ്രസ്ഥാനത്തിലെ അവിടെ ബന്ധപ്പെട്ട ജീവനക്കാർക്കും ഭരണസമിതിക്കും ഉള്ളത്. കാരണം നമ്മുടെ സഹകരണ പ്രസ്ഥാനം ഇന്നലകളെ പോലെ അല്ല, കൂടുതൽ കർക്കശമായ നിയമ നടപടികളുമായിട്ടാണ് പോകുന്നത്. ഇതിനു മുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിക്കുവാനും പ്രതിസന്ധി ഘട്ടങ്ങളിലെ വോട്ട് നിരോധനത്തിലെ ഈ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള എല്ലാ ബചാവ സംഘങ്ങളുടെയും എതിർപ്പിനെ നേരിട്ടത് കേരളത്തിലെ ഒരു ഗവൺമെൻറ്റായിരുന്നു. ആ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെയാണ് ഈ ഗവൺമെൻറ്. അതുകൊണ്ട് സഹകാരിക്ക് ഈ
ഗവൺമെൻറ്റാണ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞതുകൊണ്ട് നോട്ട് നിരോധനത്തിലുള്ള ജീവനക്കാരും സഹകാരികളും ഇപ്പോഴും ഈ സഹകരണ പ്രസ്ഥാനത്തിന് ബാങ്കിങ് മേഖലയിലേക്ക് കടക്കാൻ കഴിയാത്ത തരത്തിലൊക്കെ നിയമവുമായി വരാണ്. അപ്പോൾ സഹകരണ പ്രസ്ഥാനത്തിലെ ജീവനക്കാർക്ക് ഉള്ള ബാധ്യത കൂടുതൽ മികവാർന്ന ഒരു സമീപനം നമ്മുടെ സഹകാരികളോടും കസ്റ്റമറുകളോടും സഹകരണ പ്രസ്ഥാനത്തോടും ഭരണസമിതി കാണിക്കണം. അങ്ങനെ ജനങ്ങളുടെ ഒരു വിശ്വാസത കൂടുതൽ ദൃഢമാർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് ഈ അന്താരാഷ്ട്ര സഹകരണ ദിനത്തിൽ ആ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സന്ദേശത്തോടുകൂടി എത്തിച്ചേരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ സഹകരണ ദിനാഘോഷ പതാക ഉയർത്തുവാൻ പോവുകയാണ്. പതാക ഇതിനൊക്കെ കാര്യമുണ്ടല്ലോ, വിദ്യയുണ്ട്, ഇതേ കൊണ്ട് പറയുന്നത് പാഠം പറയുന്നത്. കൈയടിഞ്ഞാൽ അന്തർദേശീയ സഹകരണ ദിനത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഉദ്ഘാടകനും സ്വാഗത പ്രാസംഗികനും ചെറിയ വാക്കുകളിൽ നമ്മളോട് സംവദിക്കുകയുണ്ടായി. ഈ വർഷത്തെ സഹകരണ ദിനത്തിൻ്റെ മുദ്രാവാക്യം സമാധാനപൂർണമായ ലോകത്തിന് സഹകരണ പ്രസ്ഥാനം എന്നുള്ളതാണ്. വളരെ വിശാലാർത്ഥമുള്ള ഒരു മുദ്രാവാക്യമാണത്. ലോകമാനമുള്ള ഒരു മുദ്രാവാക്യമാണത്. സുസ്ഥിരവും സമാധാനപൂർവമായ ലോകക്രമം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നവരാണ്. ഇത് യുദ്ധങ്ങളുടെ കാലമാണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ അലയൊലികൾ കെട്ടടങ്ങിയ ഒരു ഘട്ടത്തിലാണ് ഈ അന്തർദേശീയ സഹകരണ ദിനം ചേരുന്നത്. നമ്മളെല്ലാം കണ്ടതാണത്. ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധം, ആ യുദ്ധം സമാധാന ഉടമ്പടിയിലേക്ക് പോവാം. ഏത് സമാധാനവും ഏത് യോജിപ്പും സഹകരണത്തിൻ്റെ അടയാളങ്ങളാണ്. അത് സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും സാമൂഹിക കാര്യത്തിലാണെങ്കിലും അതിനെ ഉൾച്ചേർത്താൽ സമാധാനം എന്ന് പറയുന്നത് പ്രോസ്പെരിറ്റിയുടെ ഭാഗമാണ്, സുസ്ഥിര വികസനത്തിൻ്റെ ഭാഗമാണ്, സമൃദ്ധിയുടെ ഭാഗമാണ്. അപ്പോൾ സഹകരണ പ്രസ്ഥാനത്തിലൂടെ എല്ലാവരും ഒരുവന് എന്ന മുദ്രാവാക്യവുമായി നമുക്ക് ഒത്തൊരുമിച്ച് മുന്നേറാം. ഇവിടെ മുഖത്തടം സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജില്ലയിലും സംസ്ഥാനത്തും വിവിധ കാര്യങ്ങളിൽ സഹകാരികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് ക്ഷേമകരമായ ഏറ്റവും സുതാര്യമായ പ്രവർത്തനങ്ങൾ ആണ് ഭരണസമിതിയുടെ നേതൃത്വത്തിലും ജീവനക്കാരുടെ നേതൃത്വത്തിലുമെല്ലാം നമ്മുടെ ബാങ്കിൽ നടന്നു വരുന്നത്. ഏതൊരു കാര്യത്തെയും ജനപക്ഷ സമീപനം, ഏതൊരു കാര്യത്തിലും എത്രമാത്രം സഹകാരികളെ ചേർത്ത് പിടിക്കാം, എത്രമാത്രം സഹായകമായി വർത്തിക്കാം എന്നുള്ളതാണ് ഭരണസമിതിയെയും ജീവനക്കാരെയും നയിക്കുന്ന പൊതുവായ ചിന്താഗതി. എന്നാൽ നിയമപരമായി ഇന്നുണ്ടായിട്ടുള്ള വലിയ കാഠിന്യങ്ങൾ, വ്യവസ്ഥകൾ, സഹകരണ നിയമചട്ട ഭേദഗതി, കുടിശ്ശിക വരുത്തിയാൽ ഉടൻ നടപടി, 3 മാസം കുടിശ്ശിക വരുത്തിയാൽ തന്നെ നടപടി ആരംഭിക്കുന്ന പുതിയ നിയമപരിഷ്കാരങ്ങളും നടപടിക്രമങ്ങളും സഹകരണ മേഖലയിൽ ശക്തമാവാം. ഇത് സാധാരണക്കാരുടെ പ്രസ്ഥാനമാണ്.
ഇവരിൽ നിന്ന് വായ്പ എടുത്ത് പലവിധ കാരണങ്ങളാൽ, മനഃപൂർവ്വമല്ലാത്ത കാരണങ്ങളാൽ വായ്പ എടുക്കാൻ പറ്റാത്ത നിരവധി സാധാരണക്കാരുണ്ട്. പക്ഷെ ഒരു ധനകാര്യ സ്ഥാപനം എന്നുള്ള നിലയിൽ, നിക്ഷേപമെടുത്ത് വായ്പ കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ വായ്പ കൃത്യമായി അടയ്ക്കാതെ ഒരു ധനകാര്യ സ്ഥാപനത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയും. അപ്പോൾ മാനുഷികതയുടെ ഒരു തലം സ്വീകരിക്കുമ്പോൾ തന്നെ ബാങ്കിൽ നിന്ന് എടുക്കുന്ന വായ്പകൾ കൃത്യമായി തിരിച്ചടച്ചില്ലെങ്കിൽ ധനകാര്യ സ്ഥാപനം പ്രതിസന്ധിയിലാവും. സ്വാഭാവികമായും സഹകാരികളെ വലിയ തോതിൽ ചേർത്ത് നിർത്തുമ്പോൾ തന്നെ ബാങ്കിൽ നിന്നും എടുത്തിട്ടുള്ള വായ്പകൾ കൃത്യമായി തിരിച്ചടക്കുന്ന കാര്യത്തിൽ സഹകാരികൾ ശ്രദ്ധാലുക്കളാവണം. വലിയ സഹകരണം ആ രംഗത്ത് സഹകാരികളിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇങ്ങനെ നാം യാത്ര ചെയ്യുമ്പോൾ ഒരു രീതിയിലും നമുക്ക് നടത്താൻ പറ്റാത്ത അപൂർവം കാര്യങ്ങൾ, 100 പേരിൽ ഒരാളുടെ കാര്യം നമുക്ക് ചിലപ്പോൾ ഒരു കാരണവശാലും നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അപൂർവമായി ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട കാര്യങ്ങളെ പൊതു സ്വഭാവമായി പർവ്വതീകരിച്ചുകൊണ്ട് നമ്മുടെ ബാങ്കിനെതിരെ പ്രചാരണം നടത്തുന്ന ഒറ്റപ്പെട്ട ചിലരെയും നമുക്ക് ഈ സമൂഹത്തിൽ കാണാൻ കഴിയും. അവർ യഥാർത്ഥത്തിൽ പ്രതിനിധാനം ചെയ്യുന്നത് സഹകരണത്തിൻ്റെ നല്ല സന്ദേശമല്ല. ഏത് കാര്യത്തെയും മോശം കണ്ണുകളോടെ വീക്ഷിക്കാനും മോശം പ്രചാരണം നടത്താനുമുള്ള ഒരു തെറ്റായ പ്രവണത ഒരു സാമൂഹ്യ രോഗമാണ്. ആ രോഗം രാജ്യത്തും ലോകത്തുമൊക്കെ ഉള്ള രോഗം തന്നെയാണ്. അതിൻ്റെ ചെറിയ അലയൊലികൾ നമുക്ക് നമ്മുടെ നാട്ടിലും കാണാൻ കഴിയും. അത്തരം ഒറ്റപ്പെട്ട വിമർശനങ്ങളെ ഒറ്റപ്പെടുത്താൻ, ഒറ്റപ്പെട്ട തെറ്റായ വിമർശനങ്ങളെ പാർശ്വവൽക്കരിക്കാൻ, എന്നാൽ ശരിയായ വിമർശനങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ടും ഈ സഹകരണ പ്രസ്ഥാനത്തെ മുപ്പത്തിരണ്ടാം സർവീസ് സഹകരണ ബാങ്കിനെ വലിയ വളർച്ചകളിലേക്ക് കൊണ്ടുവരാൻ ജനാധിപത്യപരമായ ചർച്ചകൾക്ക് വേണ്ടി വലിയ വാതായനങ്ങൾ തുറന്നിടുകയാണ് ഭരണസമിതിയും സെക്രട്ടറിയും ജീവനക്കാരും. ആ അത്തരത്തിലുള്ള ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹപരമായി ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.